ഇത് നമ്മുടെ മാവാണേ, ദോശമാവാണ്. അപ്പോൾ ഈ ദോശമാവിനൊരു പ്രത്യേകതയുണ്ട്. പച്ചരി മാത്രം ഇട്ടിട്ടുള്ളതല്ല, മില്ലറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതായത് എത്ര പച്ചരി എടുക്കുമോ സെയിം അതേ കണക്കുള്ള മില്ലറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കും ഒക്കെ മില്ലറ്റ് വളരെ നല്ലതാണ്. പക്ഷേ ഏതൊക്കെ മില്ലറ്റുകൾ കഴിക്കാം എന്നുള്ളത് എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ ആ മില്ലറ്റിൻ്റെ ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വടക്കോട്ടൊക്കെ മില്ലറ്റ് ഭയങ്കര പ്രധാനമാണ്. എല്ലാ ഭക്ഷണത്തിൽ നന്നായിട്ട് മില്ലറ്റെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ സീഡുകൾ എന്ന് പറയുന്നത് പംകിൻ സീഡുണ്ട്, കുക്കുംബർ സീഡ്, അതുപോലെ ഫ്ലാക്സ് സീഡ്, പിന്നെ എള്ള്, ഇത്രയും സാധനങ്ങളാണ്. ഇതെല്ലാം ഞാൻ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 സ്പൂൺ വെച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കിത് ബട്ടറൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ദോശയുടെ കൂട്ടത്തിൽ ഈ മില്ലറ്റൊക്കെ ഈ സീഡുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കൂടെ ഇച്ചിരി സാമ്പാറൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരൊറ്റ ദോശയുടെ ആവശ്യമേ ഉള്ളൂ. കംപ്ലീറ്റ് നല്ല ഫുഡാണ്. ഒത്തിരി ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്.